ആ കവർ ചെയ്യുന്ന ഒരു പദ്ധതി ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ അത് മാറ്റും. കവർ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടെങ്കിൽ ഇനി കവർ ചെയ്യുന്ന അല്ല കവറേജിന്റെ പുറത്താണ് നിലവിലുള്ള പദ്ധതിയെങ്കിൽ ആ പദ്ധതി തുടരും. അപ്പൊ അത് ആലോചിച്ചിട്ട് വേണം. പദ്ധതി കിട്ടിയിട്ടും പദ്ധതിയുടെ കവറേജ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നിരന്തരമായ ചർച്ച നടത്തിയിട്ട് ഇത് ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ഏതെല്ലാം കവറേജ് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട്. നിലവിലുള്ള ഒരു ആനുകൂല്യവും ഇത് വന്നു എന്നതിന്റെ പേരിൽ ഇല്ലാതാവില്ല. പുതിയ ഇൻഷുറൻസ് കവറേജിൽ ഇപ്പോൾ കിട്ടുന്ന ഒരു ആനുകൂല്യം ഉണ്ടെങ്കിൽ അത് 2 എണ്ണം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് മാറ്റും, അത്രേ ഉള്ളൂ. യു ആർ പ്രതീപ്. സർ, UDF സർക്കാർ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനേക്കാൾ മികച്ച രീതിയിൽ ഞങ്ങൾ ചെയ്യും എന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടി പോലുള്ള പദ്ധതികളിൽ പെട്ടതാണ് ഈ ഇൻഷുറൻസും അതേപോലെ സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയും. ആ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുന്ന ദിവസം നാം കാണാൻ കഴിഞ്ഞത് പലരും അതിനുവേണ്ടി തയ്യാറായി വന്നപ്പോൾ ഓർഡിനറി സർവീസുകളെല്ലാം സ്പീഡ് സർവീസുകളായി ബോർഡ് മാറ്റി ഓടുന്ന ഒരു കാഴ്ച ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. സാർ, അത്തരത്തിലുള്ളൊരു പദ്ധതിയായി ഇത് മാറുമോ? ഇതിന്റെ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ നയം എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കി തരാമോ സാർ? മുഖ്യമന്ത്രി. സാർ, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ല ചോദിച്ചത്. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടല്ല. എന്നാലും ഞാൻ മറുപടി പറയണമല്ലോ. സാർ, 1 മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ പണ്ട് 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കുമെന്ന് പറഞ്ഞിട്ട് 4.25 വർഷം കഴിഞ്ഞ് 400 രൂപ കൂട്ടിയതുപോലെ അല്ലത്. ആദ്യത്തെ മാസം നടപ്പാക്കി. ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറയും ഒറ്റ ബസ് പോലും. കള്ളപ്രചരണമാണ്. വ്യാപകമായ കള്ളപ്രചരണം കേരളത്തിൽ നടത്തി, സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും. ആ കള്ളപ്രചരണം അങ്ങേ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു MLA ഈ സഭയിൽ ഉന്നയിച്ചതിലെ അതിശക്തമായ പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. ഒരു കാരണവശാലും നടക്കാത്ത കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങൾ ട്രാൻസ്പോർട്ട് മന്ത്രി പറയും. ട്രാൻസ്പോർട്ട് മന്ത്രി പറയട്ടെ. ശ്രീ CP ജോൺ ഇങ്ങോട്ട് നോക്കി അഡ്രസ് ചെയ്തു. 384 സിറ്റി ഫാസ്റ്റ് ആകെ ഉള്ളത്. അതിലൊരു സിറ്റി ഫാസ്റ്റ് പോലും അല്ല, ഒരു ഓർഡിനറി പോലും സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. 1 2 പറഞ്ഞോട്ടെ ശാന്തമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മൾ ശ്രീ CP ഇപ്പൊ തന്നെ നമ്മൾ റൂട്ട് മാറിയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സിറ്റി ഫാസ്റ്റ് ക്വസ്റ്റ്യൻ വേറെയാണ്, ഓർഡിനറി ആക്കിയത്. ചർച്ച വേറെ രൂപത്തിലാണ്. MLA ഇവിടെ ഇരിക്കുകയാണ്, വിൻസെന്റ്. ഒരു സിറ്റി ഫാസ്റ്റിനെ ഓർഡിനറി ആക്കി അവിടുത്തെ ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം. അത് ഉദ്ഘാടനം ചെയ്ത MLA ഇവിടെ ഇരിക്കുകയാണ്, വിൻസെന്റ്. അതുകൊണ്ട് ആരോ ഒരു പ്രചരണം കൊടുത്തത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ വിശ്വസിക്കരുത്. ഇനി ഏതെങ്കിലും ഒരു ഓർഡിനറിയെ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പറയൂ, അത് തിരിച്ചാക്കാൻ. അങ്ങനെ ഉണ്ടാവാൻ പറയാൻ കഴിയില്ല. ഞാൻ വാശിയോടുകൂടെ പറയാണ്. എഴുതി തന്നോളൂ. ഏതെങ്കിലും ഒരു ഓർഡിനറി സിറ്റി ഫാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ അത് ഉടനെ പരിശോധിക്കും. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ AK മഷ്റഫ് വരട്ടെ ശാന്തായിട്ട്. ഒന്നാമത്തെയും മാസം തികയുന്നതിന് മുമ്പ് ചോദ്യോത്തരായിട്ടല്ലേ വരിക. സൗജന്യ യാത്രയും വയോജന വകുപ്പും രൂപീകരിച്ച് ഇന്ത്യയിൽ ശ്രീ സുമോദ് അഷ്റഫ്, ഒരു സെക്കൻഡ്. സുമോദിന്റെ കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അഷ്റഫ് സാർ, സിറ്റി ഫാസ്റ്റ് ബസിന്റെ സ്റ്റിക്കർ തിരുവനന്തപുരത്ത് ഒട്ടിക്കുന്നു വ്യാപകമായി പ്രചരിപ്പിച്ച മാധ്യമങ്ങളാണ്. ആ മാധ്യമ ശ്രദ്ധയുടെ അടിസ്ഥാനത്തിലായിരിക്കാം നേരത്തെ പ്രതിബന്ധന കഴിഞ്ഞു. സാർ, എന്റെ ചോദ്യം സാർ 90 ലക്ഷം. സാർ, എന്റെ ചോദ്യം 90 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിന് പ്രതിവർഷം ഗണ്യമായ തുക വേണ്ടിവരും. ഈ തുക എപ്രകാരം കണ്ടെത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? അത് തുക എത്രയായിരിക്കും അതിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രീമിയം അടയ്ക്കേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തും. ഇപ്പൊ പറഞ്ഞല്ലോ, KSRTCയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുക്കാൻ പോകുന്നത്. 800 കോടിയോളം രൂപ. 700-നും 800-നും ഇടയിൽ കോടി രൂപ കൊടുക്കേണ്ടി വരും. അത് സംസ്ഥാന സർക്കാർ കൊടുക്കുകയാണ്.
അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം KSRTCയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും. ഗവൺമെന്റിന് ഒരു ഇക്കണോമിക് മോഡൽ ഉണ്ട്. ആ ഇക്കണോമിക് മോഡല് വളരെ ശ്രദ്ധയോടുകൂടിയും കാര്യക്ഷമമായും നടപ്പാക്കും. ഇപ്പോൾ നമുക്ക് എത്രയാണ് കോൺട്രിബ്യൂഷൻ എന്ന്, ഗവൺമെന്റിന്റെ പ്രീമിയം എത്രയാണെന്ന് തീരുമാനിക്കാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ച് ഈ കാര്യം പറഞ്ഞതാണ്. നേരത്തെ പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോഴും വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ശ്രീ AK അഷ്റഫ്. സർ, ഒരു മാസം തികയുന്നതിന് മുമ്പ് 2 ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കി ഇന്ത്യക്ക് മോഡലായ ഒരു ഗവൺമെന്റിന്റെ പ്രയാണമാണ് തുടരുന്നത്. പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കേരളം ഏറെ, നമുക്കൊക്കെ അറിയാം, MLA-മാരൊക്കെ ഓഫീസ് തുറക്കുമ്പോൾ 50% ആളുകൾ വരുന്നത് ഹോസ്പിറ്റലിന്റെ ബില്ലും വൃക്ക, മജ്ജ, ലിവർ പോലെയുള്ള മാറ്റിവെക്കലിന്റെ പ്രയാസം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. ബഹുമാനനായ മുഖ്യമന്ത്രി നല്ല ഹോംവർക്ക് നടത്തി ഇന്ത്യയിൽ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഈ 25 ലക്ഷം രൂപയുടെ പോളിസിയിൽ ഒന്ന് കിഡ്നി മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കൽ, മജ്ജയും ലിവർ മാറ്റിവെക്കുന്നത് ഉൾപ്പെടുത്തുമോ എന്നുള്ളതും, എന്റെ മഞ്ചേശ്വരം മണ്ഡലക്കാര് ആശ്രയിക്കാനുള്ള ഏക ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജാണ്. ഒരു 50-60% ആളുകൾ മംഗലാപുരത്തെ ഹോസ്പിറ്റലുകളെയും മെഡിക്കൽ കോളേജുകളെയുമാണ് ആശ്രയിക്കുന്നത്. അങ്ങയുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഞങ്ങളുടെ കാസർഗോഡ് അതിർത്തിയിലെ ആളുകൾക്ക് മംഗലാപുരത്തെ ഹോസ്പിറ്റലുകൾ കഴിഞ്ഞ കാലങ്ങൾ കാരുണ്യ ബെനവലന്റ് ഫണ്ടിലും അത് ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാറേ, ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു കുടുംബത്തിന് ചെയ്യേണ്ടി വരുന്നത്. കുടുംബത്തിന്റെ ബാലൻസ് മുഴുവൻ പോവുകയാണ്. നമ്മൾ ഓരോ ചികിത്സയും ആശുപത്രിയിൽ ബില്ല് കൊടുത്ത് ഇറങ്ങുന്നത് വീട് പണയപ്പെടുത്തിയിട്ടാണ് ഇറങ്ങുന്നത്. വീട് പണയപ്പെടുത്തിയിട്ട്, എനിക്ക് എത്രയോ കേസുകൾ അറിയാം, വീട് പണയപ്പെടുത്തിയിട്ടാണ് ഇറങ്ങുന്നത്. എന്നിട്ട് പിന്നീട് റിക്കവറി വന്ന കുടുംബങ്ങളെ നമുക്കറിയാം. ചികിത്സാ ചെലവെന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാണ് കേരളം. 70% ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. വി ഹാവ് മെയ്ഡ് സ്റ്റഡീസ്. ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. വിദേശത്തും നമ്മുടെ സംസ്ഥാനത്തുമുള്ള രാജ്യത്തുമുള്ള ആരോഗ്യ വിദഗ്ധരെ 300ഓളം ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചു. ഹെൽത്ത് കമ്മീഷൻ വെച്ചു. ഞങ്ങൾ വിശദമായി പഠനം നടത്തിയിട്ടാണ് ഞങ്ങൾ മാനിഫെസ്റ്റോ തയ്യാറാക്കിയത്. ആ മാനിഫെസ്റ്റോയിലാണ്, അതിന്റെ തുടർച്ചയായിട്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും ഈ ബജറ്റും വന്നത്. വളരെ ഗൗരവത്തോടു കൂടി ആരോഗ്യ മേഖലയിലെ ഈ വിഷയങ്ങൾ ഞങ്ങൾ കാണുകയാണ്. കാരണം അത്രമാത്രം സാമ്പത്തികമായി കുടുംബങ്ങൾ തകർന്നു പോവുകയാണ്. നമ്മൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ നമ്മളെല്ലാം സ്വന്തം ഓഫീസിലിരിക്കുന്നവരാണ്. രാവിലെ മുതൽ നമ്മളെ കാണാൻ വരുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഈ ചികിത്സിക്കാൻ പണമില്ലാത്തത് കൊണ്ട് നിവൃത്തിയില്ലാതെ നിൽക്കുന്നവരാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എത്രയോ കേസുകളാണ് നമ്മൾ എല്ലാവരും കൈകാര്യം ചെയ്യുന്നത്. ചിലര് മരിച്ചു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ആശുപത്രിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടുത്തെ പേയ്മെന്റ് നടത്താൻ പൈസയില്ല. ഡെഡ് ബോഡി പുറത്തേക്ക് കൊണ്ടുവരണം. എത്ര സ്ഥലത്ത് ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാം ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡെഡ് ബോഡി അവിടെ നിന്ന് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര ആശുപത്രികൾ കൊടുത്തിട്ടുണ്ട്. എത്ര ഗൗരവതരമായ വിഷയം. നമുക്കൊക്കെ പലർക്കും പല ആശുപത്രികളിലും ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കടം പറഞ്ഞിരിക്കുകയാണ് പല പാവപ്പെട്ട ആളുകൾക്കും വേണ്ടി. സർ, ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി, ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നത്. ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിച്ചൊരു വലിയ മനുഷ്യന്റെ നാമധേയത്തിലാണ് UDF സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അന്ന് ഉന്നയിച്ച മംഗലാപുരത്തെ ആശുപത്രികൾ പെടുത്തുമോ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മലമ്പുഴ അംഗം അതേ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പാലക്കാട് ആ പ്രദേശത്ത് ആശുപത്രികൾ ഇല്ലാത്തത് കൊണ്ട് കോയമ്പത്തൂരിലെ ആശുപത്രികൾ ഉൾപ്പെടുത്തുവന്ന നിങ്ങൾ 2 നിയമസഭാംഗങ്ങളും ഉന്നയിച്ച കാര്യം കൂടി ചില പ്രത്യേക ജില്ലകൾക്ക് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. തീർച്ചയായിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 4 ശ്രീ KK രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതികൾ താഴെ പറയുന്നതാണ്. 1. ലൈഫ് പദ്ധതി. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 15,62,26 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ 15,62,26 വരെ
6,09,514 ഭവനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം ധനസഹായം അനുവദിച്ചതിൽ 5,02,401 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു. 1,07,113 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നു. ലൈഫ് മിഷൻ മുഖേന നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയങ്ങളിൽ 4 ഭവന സമുച്ചയങ്ങളുടെയും പാർട്ണർഷിപ്പിലൂടെ നിർമ്മാണം ആരംഭിച്ച 3 ഭവന സമുച്ചയങ്ങളിൽ 2 ഭവന സമുച്ചയങ്ങളുടെയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. 23 ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു. ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ആരംഭിച്ച മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിന്റെ ഭാഗമായി 29.84 ഏക്കർ ഭൂമി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുണ്ട്. ലൈഫ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ പദ്ധതിയുടെ 1ാം ഘട്ടം മുഖേന 1000 ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് ഭൂമി ലക്ഷ്യമാക്കി. മേൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 509 ഗുണഭോക്താക്കൾക്ക് ഭൂമി നൽകുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ദീർഘമായിട്ടുള്ള ഉത്തരവാണോ? കുറച്ചുണ്ട്. ലൈഫ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള 100 ഭവനരഹിതർക്ക് ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318A ആഭിമുഖ്യത്തിൽ നൽകുന്ന വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നു. PMAY നഗരം 2 PMAY നഗരം പദ്ധതിയുടെ ഭാഗമായി 1,14,037 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഭൂരഹിത ഭവനരഹിതർക്ക് പാർപ്പിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള അഫോർഡബിൾ ഹൗസിംഗ് ഇൻ പാർട്ണർഷിപ്പ് ഘടകത്തിൽ ഉൾപ്പെടുത്തി 11 പാർപ്പിട സമുച്ചയങ്ങളിലായി 970 കുടുംബങ്ങൾക്ക് ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. 530 യൂണിറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. 3 PMAY ഗ്രാമീൺ 2021-22 സാമ്പത്തിക വർഷം മുതൽ നാളിതുവരെ 34,265 വീടുകൾ പൂർത്തീകരിച്ചു. PM ജന്മൻ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച 1,282 വീടുകളിൽ 63 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. മേൽ പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച വിവരം അനുബന്ധമായി ചേർക്കുന്നു. B തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടിസ്ഥാന വികസനം ഉറപ്പാക്കുന്നതിനായി പൊതു ആസ്തികളായ റോഡുകൾ, ജലസ്രോതസ്സുകൾ, ആധുനിക മാർക്കറ്റുകൾ, അറവുശാലകൾ, ഗ്യാസ് ക്രമീകരണങ്ങൾ, ആധുനിക ഓഫീസ് കെട്ടിടങ്ങൾ, കേസ്മാർട്ടിലൂടെ ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന വിവര ശേഖരണ സംവിധാനം, മാലിന്യ സംസ്കരണ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, കുടിവെള്ള വിതരണ സംവിധാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, നിരവധി ഡിജിറ്റൽ സംവിധാനങ്ങൾ എന്നിവ സർക്കാർ നടപ്പിലാക്കി. വിശദവിവരം അനുബന്ധ 2 ആയി ചേർക്കുന്നു. നിയമസഭയിൽ ബജറ്റ് ചർച്ചയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ക്ഷേമ പെൻഷൻ സംബന്ധിച്ചും അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ചുമുള്ള ചോദ്യോത്തരവേളയാണ് പുരോഗമിക്കുന്നത്. ഖത്തറിലെ റാസ് ലഫാൻ പ്രകൃതിവാത കേന്ദ്രത്തിൽ വൻ സ്ഫോടനം. 18 പേരെ കാണാതായി, 54 പേർക്ക് പരിക്കേറ്റു. സാങ്കേതിക തകരാറാണ് സ്ഫോടനത്തിന് കാരണം. തീ അണച്ചതായി ഖത്തർ ഏജൻസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഫോടനത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഞായറാഴ്ച രാത്രി പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദക രാജ്യമാണ് ഖത്തർ. മാർച്ച് 2 റാസ് ലഫാനിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതിനെതിരെ തുടർന്ന് പ്ലാന്റിന്റെ പ്രവർത്തനം താറുമാറായിരുന്നു. പ്ലാന്റ് പൂർവ്വസ്ഥിതിയിലാകുന്നതിനിടെയാണ് ഇന്നലത്തെ സ്ഫോടനം. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.